ഫുജൈറ അഡ്വഞ്ചറസ് പാർക്കിന്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അഡ്വഞ്ചറസ് പാർക്കിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഉള്ളോട്ട് പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഉള്ളോട്ടാണ് ഇനി പോകുന്നത്. ഒരു കാർ കയറാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 10 dirhams ആണ്. പിന്നെ ഇവിടെ ഡേർട്ട് ലൈൻ ജമ്പ്, അത് പമ്പ് ട്രാക്ക്, കിഡ്സ് പ്ലേ സോൺ ഏരിയ, അതുപോലെ തന്നെ എയർ ബാഗ് സോണ്, അങ്ങനെ കുറച്ച് ചിൽഡ്രൻസ് ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. അതിനെല്ലാം അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ആക്ടിവിറ്റിയും സൈക്ലിംഗ് ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സൈക്ലിംഗ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഈ പാർക്ക് ഇഷ്ടപ്പെടുക. നമ്മളപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടൊരു നല്ലൊരു കോഫി ഷോപ്പും കൂടി ഉണ്ട്. നമ്മളിവിടെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ട്രാക്കാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രാക്കിന്റെ പേരെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് പമ്പ് ട്രാക്ക് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറിലാണ് ഈ ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇതിപ്പോൾ സ്കേറ്റിംഗ്, ഇത് സൈക്കിൾ ട്രാക്ക് മാത്രമല്ല സ്കേറ്റിംഗ് ഒക്കെ എല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റെന്റിന് കിട്ടുന്നതാണ്. നമ്മൾ ഇവിടുത്തെ പമ്പ് ട്രാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ട്രാക്ക് കാണുമ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് പറ്റത്തില്ല എന്ന് ഓർക്കും. പക്ഷെ ഇവിടെ നമുക്ക് ആദ്യം ആ ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓടിക്കാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്തില്ല, പക്ഷെ എൻ്റെ മോക്ക് ഒരു പ്രാവശ്യം ഒരു ട്രെയിനിങ് കൊടുത്തേ ഉള്ളൂ. അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആദ്യം അപ്പൊ അത് നല്ല ഒരു അഡ്വഞ്ചറസ് ആയിട്ട് തന്നെയാണ്. കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ എന്തായാലും വീണ്ടും ചെയ്ത് നോക്കാൻ തോന്നും. കിഡ്സ് സോണിലെ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് പോകുവാണ്. കിഡ്സ് സോൺ ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയില്ല, നല്ല കളർഫുൾ ആയിട്ടാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ കുട്ടികൾ സൈക്കിളാണ് ചവിട്ടുന്നത്. അപ്പൊ അവർ ഇൻസ്ട്രക്ഷൻ ഒക്കെ തരും. നല്ല ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ സൈക്കിളൊക്കെ ചവിട്ടി നല്ല വരാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇൻസ്ട്രക്ടറും കൂടെ ഉണ്ടാവും. ഇവിടുത്തെ റൈഡൊക്കെ എല്ലാം നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സ് തന്നെയാണ്. അപ്പൊ ഇതേപോലത്തെ ആ ഒരു സൈക്കിളൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് വരുന്നപ്പോൾ അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനത്തെ ട്രാക്കിലെ കൂടെ സൈക്കിളൊക്കെ ഓടിച്ച് വരുന്നത് നല്ല രസമായിരിക്കും.
ഡേർട്ട് ജമ്പ് എന്ന് പറഞ്ഞ ഒരു ട്രാക്കിന്റെ ഒരു ഇതിലോട്ട് നമ്മൾ പോവാണ്. നമുക്ക് അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് ചെന്നിട്ട് നോക്കാം എന്താണെന്ന്. നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഡേർട്ട് ജമ്പിന്റെ ട്രാക്ക്. നമുക്ക് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. നമുക്ക് ഇവിടുത്തെ ഇൻസ്ട്രക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കാൻ എനിക്കൊന്നും വലിയ വലിയ ആളുകൾക്കായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല കൂടുതൽ സൈക്ലിങ്ങിലൊക്കെ ക്രേസ് ഉള്ളവർക്കായിരിക്കും അത്, അവർക്കായിരിക്കുമല്ലോ ഇത്ര ഹൈ ആയിട്ട് ജമ്പ് ചെയ്യാനൊക്കെ പറ്റുന്നത്. നമുക്ക് വല്ല ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസും കൂടി ചോദിക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൈക്ലിസ്റ്റ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ ലാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വേണ്ടി അവർ പ്രാക്ടീസൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ചെറിയ ട്രാക്കിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ ട്രാക്കും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അഡ്വഞ്ചറസ് ആണെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഒരു ചിലപ്പോൾ ഇത്തിരി ഇതൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫസ്റ്റ് എയ്ഡ് റൂമും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഫസ്റ്റ് എയ്ഡ് റൂമും കൂടി നമ്മൾ കാണിച്ചിരുന്നതാണ് ഇവിടെ. അപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ വീഴ്ചകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു ഫസ്റ്റ് എയ്ഡ് റൂമും കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ക്യാമ്പിംഗ് ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. നമ്മളതും ഒരു നല്ല അഡ്വഞ്ചറസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇത് കണ്ടോ, ഇതിന്റെ അപ്സൈഡുള്ള ഒരു വ്യൂ കണ്ടോ, അവിടെയാണ് നമ്മൾ ക്യാമ്പിങ്ങിൽ ഇവർ കൊണ്ടുപോകുന്നത്. കണ്ടോ, ആ ടോപ്പിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ഇവരുടെ കാറിലാണ് ഇവർ കൊണ്ടുപോകുന്നത് നമ്മളെ. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരു ഡേയുടെ ചാർജ് ഇവർ 200 dirhams ആണ് പേയ്മെന്റ് പറയുന്നത്. നമുക്ക് ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ അവർ ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഫുജൈറ അഡ്വഞ്ചറസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ ബുക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വരാവുന്നതാണ്. അപ്പോൾ ഒരു ഡേ നമുക്കത് ഫുൾ എൻജോയ് ചെയ്യാനുള്ള ഇതാണ്. നമുക്ക് ബാർബിക്യൂ, നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാം കൊണ്ടുവരാം. എല്ലാം അവരുടെ വണ്ടിയിൽ നമുക്ക് അവിടെ കൊണ്ട് എത്തിച്ചു തരും. അപ്പോൾ ആ ഒരു ക്യാമ്പിങ്ങുള്ള ഒരു ഏരിയയും കൂടിയാണ്. നമുക്ക് മാത്രമല്ല നല്ലൊരു ഹൈ ടോപ്പ് ലെവലും കൂടി ആയതുകൊണ്ട് ഒരു നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ്. വിന്റർ ടൈമിലൊക്കെ നമ്മൾ ഇവിടെ സൈക്കിളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലം തന്നെയാണ്. പിന്നെ സ്റ്റേ ബാക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ഇവരുടെ അഡ്വഞ്ചറസ് സൈറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ ഇവരുടെ ആ ഒരു ആക്ടിവിറ്റീസിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവരെല്ലാരും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സൈക്കിൾ ഇവിടെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ തന്നെ ഇവിടെ അവൈലബിൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.